മഞ്ഞൊക്കെ പെയ്ത് ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും ഇവിടെ വരണം. നല്ല രസമുള്ള നല്ല അറ്റ്മോസ്ഫിയറാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിൽ നിന്നൊരു 15-30 കിലോമീറ്റർ അകലെയുള്ള മന്നവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു ചെമ്മരിയാടിൻ്റെയും മുയലിൻ്റെയും ഫാമുണ്ട്. ഫാം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഫാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫാമിൻ്റെ എൻട്രൻസിൽ കൂടി ഞാൻ അകത്തേക്ക് കടന്നിട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ മഞ്ഞ് പെയ്തതേ നല്ല താഴ്വര പോലത്തെ ഒരു സ്ഥലമാണ്. നല്ല മഞ്ഞൊക്കെ പെയ്ത് ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. റാബിറ്റ് ഷെഡാണിത് മുയലിൻ്റെ. കുറേ മുയലിൻ്റെ പടയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി കൊടൈക്കനാൽ വരുമ്പോൾ ഇവിടെയും കൂടി വരണം. ഇവിടെ ലേക്ക് ഉണ്ട്. ലേക്കിട്ട് പോകുന്ന വഴിയുണ്ട്. നമുക്ക് ഷീപ്പ് ഷെഡിലേക്കൊന്ന് പോയി നോക്കാം. അതിനകത്ത് എന്താ ഇടമുള്ളതെന്ന് നോക്കാം. ഇതാണ് അങ്ങോട്ട് കയറുന്ന വഴി. ഈ ഷെഡ് പൂട്ടിയിട്ടേക്കുവാണ്. ഞാൻ അവിടെ വരെ ചെന്നപ്പോൾ അത് ലോക്കാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഷെഡിലേക്ക് പോവാം. അതൊക്കെ മഞ്ഞിറങ്ങിയേക്കണുണ്ടോ? കോടമഞ്ഞ്. ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പം നമുക്ക് അടുത്ത ഷെഡിലേക്ക് പോവാം. ഷെഡിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇവിടെ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. അന്ന് കാണാൻ നിർത്തി വന്നതാണ്. ഓ സൂപ്പറാട്ടോ. ലേക്ക് വ്യൂ ആണ്. നല്ല കിടിലോസ്കി. ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്കും വേണമെങ്കിൽ ഫാമിലിയൊക്കെ ഇട്ട് വന്ന് ഇവിടെ നിൽക്കാം. ഇത് തിരക്കൊന്നുമില്ല ഇവിടെ. അങ്ങോട്ടൊക്കെ കാടാണ്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മൾ കൊടൈക്കനാൽ വന്നിട്ട് സൂയിസൈഡ് പോയിൻറ്റും എക്കോ പോയിൻ്റൊക്കെ കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല. ഇവിടെ നല്ല അടിപൊളി സ്ഥലമുണ്ട്. ഒരു 1.5 മണിക്കൂർ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്തിച്ചേരാം. പൂമ്പാറയിൽ നിന്ന്, കൊടൈക്കനാലിൽ നിന്ന് പൂമ്പാറയെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പൂമ്പാറ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോഴാണ് ഈ സ്ഥലം. ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഓപ്പൺ അല്ല, വെള്ളം കുറവായ കാരണം. ആ മലഞ്ചെരുവിൽ കൂടി നടന്നു വരുന്ന ചെമ്മരിയാട് അധികം വൈകാതെ തന്നെ നമ്മുടെ അടുത്തെത്തും. അതിന് ആട്ടിടയൻ മേയിച്ചുകൊണ്ട് വരുന്നതാണ്. ആടിന് തീറ്റ കൊടുക്കാനുള്ള തീറ്റയാണ് വെച്ചേക്കണത് പാത്രത്തിലാക്കിയിട്ട്. ചേട്ടാ ആടെന്തിയാ? കൂട്ടിലൊന്നും ഇല്ലല്ലോ. എവിടെ പോയി? കൂട്ടിൽ വേറെ ആടൊന്നുമില്ല. கூட்டில் இருக்கு. அது வந்து நம்ம பார்க்க முடியாது. அது வந்து சன்னல் வழி மட்டும்தான் பார்க்க முடியும். குட்டி. ഇത് ഈ നാട്ടിലുള്ള ആടാണോ അല്ലെങ്കിൽ ചെമ്മരിയാടാണോ? இது செம்மறியாடு. ചെമ്മരിയാട് പുറത്തുനിന്ന് കൊണ്ടുവന്നാണോ? பூராமே இங்கே உள்ளதுதான் பூரா வெளிநாட்டு கிராசிங். വെളിനാട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കണം. ஆஸ்திரேலியா, ராஜஸ்தான், மால்புரம். അങ്ങനെ ദേ വന്നേക്കണം. ദേ വന്നേക്കണം. അപ്പം നമ്മുടെ ആടുകളെല്ലാം വന്നിട്ടുണ്ട് ഇവിടെ തിന്നാൻ വേണ്ടി. ചെമ്മരിയാടുകളാണ്. നമ്മുടെ നാട്ടിലുള്ള ആടൊന്നുമല്ല, ഓസ്ട്രേലിയ എന്നൊക്കെ കൊണ്ടുവന്നേക്കണതാണ്. മുടി വെട്ടുற செம்பளி. முடி மറ്റേ ചെമ്മരിയാടിന്റെ முடி வெட்டுற செம்பளி. நம்ம ஒரு செம்பளி கிடையாது, நாட்டு செம்பளி கிடையாது. இது முடி வெட்டுற செம்பளி.
ഇത് വെച്ച് പുതപ്പൊക്കെ ഉണ്ടാക്കണം അല്ലേ? ஆமாம் பூரா சொட்டு ஆ. ஃபுல்லா கம்பளி ஆ. சால்வை இதெல்லாம் ആ செய்யணும். ആ ആ இது பூரா மிலிட்ரிக்காரவங்களுக்கு அங்கே ராஜஸ்தான் போயிரு முடி வெட்டி ஆ. இந்த முடி பூரா ராஜஸ்தான் போயிரு அங்கிட்டு இருந்து அவங்க வாங்கி செஞ்சு நம்ம மிலிட்ரிக்காரங்க நம்ம நாட்டை காக்கிறவங்களுக்கு அனுப்பிச்சிடுவாங்க. അതെ അല്ലേ? ആ ആ അപ്പം നമ്മളെ ആട് ആടുകളെല്ലാം കൂടി ഇന്ന് തിന്നുവാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയതല്ലേ. ഒരാൾ പോയി വെള്ളം കുടിക്കണുണ്ടോ? അടുത്ത ആൾ. എല്ലാവരും ദേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വെള്ളം കുടിച്ചു കഴിഞ്ഞ് കൂട്ടിലേക്ക് പോവാണ്. ഹായ്, ഒരു കായ അടിച്ച എങ്ങനെയുണ്ട്? സൂപ്പർ സ്ഥലമാണ്. ആ വെക്കേഷന് എല്ലാവർക്കും വരാൻ സമയം നല്ല സ്ഥലമാണ്. ആ ഡിസംബറിൽ പ്രത്യേകിച്ച് വരാം. വെയിലും തണുപ്പും ഒരുമിച്ച് കിട്ടും. ഈ കൊടൈക്കനാലാണ് ഇഷ്ടപ്പെട്ട ഇവിടെയാണ് ഇഷ്ടപ്പെട്ട? എനിക്ക് അല്ല സ്ഥലം എല്ലാം ഒരേ ക്ലൈമറ്റാണ്, പക്ഷെ ഇത്തിരി ഇഷ്ടപ്പെട്ട ഇവിടെയാണ്. കുറേ സാധനം കാണാൻ. ഇത് ഞാൻ കൊണ്ടുവന്ന നമ്മുടെ ഗസ്റ്റാണ് ട്ടോ. പേര് നിവേദ്. ഇതിന്റെ പേരെന്താ? നിഹാര. നിഹാരൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എന്താണ് ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ട്? മഞ്ഞ്. ആ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, അടിപൊളി. നിഹാരക്ക് പറയണ്ടോ? ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറയും. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ. ഇവിടെ മൊത്തം മുയലുകൾ തന്നെയാണ്. ഒരാൾ ഇരിക്കുന്നേക്ക് ഇപ്പുറത്ത് കുറേ പേര് ഇരിപ്പുണ്ട്. നല്ല അടിപൊളി സ്ഥലമുണ്ട്. നമ്മൾ കൊടൈക്കനാൽ വന്നിട്ട് ഇവിടെ വരാതെ പോകുന്നത് ശരിക്കും നഷ്ടമാണ്. എന്നുവെച്ചാൽ വെയിലും മഞ്ഞും തണുപ്പും എല്ലാം കൂടി കൂടിയ ഒരു അന്തരീക്ഷമാണ്. പിന്നെ കാണാൻ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ വാർത്ത് വെച്ചേക്കണ പോലെ നല്ല കിടിലൻ സംഭവം. എന്തായാലും എല്ലാവരും നമ്മൾ കൊടൈക്കനാൽ വന്നിട്ട് ഇതാണ് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ മറ്റേ കൊടൈക്കനാൽ സംഭവങ്ങളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട? കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ്. ഇവിടെയാണ്. ആണോ? മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. നമുക്ക് അവിടെ ഇഷ്ടമായി, ഇവിടെ ഇഷ്ടമായി. ആ ഹാ. എന്നാലും ഏറ്റവും ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഇത് തോന്നിയാ? പ്രത്യേകമുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുവാണെങ്കിൽ ഇവിടെ പറ്റല്ലേ? അതെ, എല്ലാവരും ഇവിടെ വരണം. നല്ല രസമുള്ള നല്ല ആ ഹാ ഹാ. അടിപൊളി. അടിപൊളി. ഷീപ്പ് ഫാം പിന്നെ റാബിറ്റ് ഫാം എല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ജ്വല്ലർ വ്ളോഗ്സിൻ്റെ ഗുഡ് ബൈ.